ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ഒരു പ്രമോ വിശേഷം കേട്ടാലോ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നല്ലേ, നമ്മുടെ സുനന്ദ നമ്മുടെ സുഭാഷിനെ എന്ന് വെച്ചാൽ അവസാനമായി പിറ്റേ ദിവസമായി കഴിഞ്ഞ് സുനന്ദയുടെ വിവാഹമാണ്. ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ എന്നേക്കുമായി സുനന്ദയ്ക്ക് സുഭാഷിനെ നഷ്ടമാകും എന്നുള്ളൊരു തോന്നൽ സുനന്ദയ്ക്ക് വന്ന് സുനന്ദ ഒരു തീരുമാനം എടുക്കുകയാണ്. അപ്പം ലളിത വന്ന് സുനന്ദയുടെ അമ്മ വന്നിട്ട് കുറച്ച് ഫുഡൊക്കെ കൊടുത്ത്, നീ എന്തിനാ ഇങ്ങനെ കരയണം, നീ കരഞ്ഞു എന്നും പറഞ്ഞ് ഞങ്ങളുടെ ആരുടെ മനസ്സൊന്നും മാറാൻ പോകുന്നില്ല, അതുകൊണ്ട് മര്യാദയ്ക്കിരുന്നു, നാളെ നേരം വെളുക്കുമ്പോൾ രാവിലെ തന്നെ നിന്നെ ഒരുക്കാനും മറ്റുമൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ സുനന്ദ ഇതെല്ലാം കേട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക, അല്ലാണ്ട് ഒന്നും മറുപടി പറഞ്ഞില്ല. ഒടുവിൽ സുനന്ദ ഒരു തീരുമാനം എടുക്കുകയാണ്. കാരണം നാളെ ആയാൽ താൻ മറ്റൊരാളുടെ ഭാര്യ ആവുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നൊരു തീരുമാനം എടുക്കണം, ഇല്ലെങ്കിൽ തനിക്ക് സുഭാഷ് ഏട്ടനെ എന്നേക്കുമായി നഷ്ടമാകും എന്നുള്ളൊരു തോന്നൽ സുനന്ദയ്ക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെ സുനന്ദ ഒരു തീരുമാനമെടുത്ത് സുഭാഷിൻ്റെ വീട്ടിലോട്ട് ആ രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ വരികയാണ്. അപ്പം നമ്മുടെ നിധി എല്ലാവരുമായിട്ടൊക്കെ സംസാരിച്ച്, സുഭാഷ് ഓൾറെഡി ചെന്ന് കിടന്നു, നിധി സുധീഷും നികേഷൊക്കെ ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് അടുക്കള വാതിൽ അടിക്കാനായിട്ട് ചെന്നപ്പോഴാണ് നമ്മുടെ സുനന്ദ അവിടെ നിന്നത്. അങ്ങനെ സുനന്ദ കരഞ്ഞു ഓടി വന്ന് നമ്മുടെ നിധിയെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. എനിക്ക് സുഭാഷ് ഏട്ട ഇല്ലാണ്ട് പറ്റില്ല, നിധിയേട്ടത്തി എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്നൊക്കെ പറഞ്ഞ്. അപ്പം നമ്മുടെ നിധി ചോദിക്കുന്നുണ്ട്, ഈ സമയത്ത് വന്നിട്ട് എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിധി ആക്കുന്നുണ്ട്. ഒടുവിൽ നിധി സുനന്ദേനെയും കൂട്ടി അവരുടെയൊക്കെ എല്ലാവരുടെയും നമ്മുടെ നികേഷൊക്കെ ഹോളിൽ ഇരിക്കുകയായിരുന്നു, അവരുടെ അടുത്ത് ചെല്ലുകയാണ്. സുനന്ദയെ കണ്ടത് അവരെല്ലാവരും ഞെട്ടാണ്. അപ്പോഴേ നമ്മുടെ വീഡിയോസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് അടിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ബെൽ ബട്ടൺ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് കഥ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അങ്ങനെ സുനന്ദയെ കണ്ടതും എല്ലാവരും ഇങ്ങനെ അന്തളിച്ച് നിൽക്കുകയാണ്. കാര്യം നാളെ കല്യാണമാണ്. ഈ കല്യാണപ്പെണ്ണ് ഇന്ന് ഈ രാത്രി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പടയോടുകൂടി എല്ലാവരും കൂടെ ഇങ്ങനെ എത്തുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇനി ഇവിടെ അടുത്തൊരു പ്രശ്നം ഉണ്ടാവും. അപ്പം നമ്മുടെ സുധീഷ് ചോദിക്കണം, നീ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത്? നികേഷും ചോദിക്കുന്നുണ്ട്, ഇനി അടുത്ത പ്രശ്നം ഉണ്ടാക്കാനാണോ? ഹരീഷും വിട്ടുകൊടുക്കുന്നില്ല. എല്ലാവരും കൂടെ മാറി മാറി ചോദിക്കണം. അപ്പം നിധി പറഞ്ഞു, അതെ, നിങ്ങളൊരു കാര്യം ഓർക്കണം, നാളെ സുനന്ദയുടെ വിവാഹമാണ്. എന്നിട്ടും അവൾ ഈ രാത്രി സുഭാഷേട്ടനെ വേണമെന്ന് പറഞ്ഞ് ഇവിടെ വരികയാണെങ്കിൽ അതിനെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളൊന്ന് സമാധാനപ്പെടുക. അപ്പോഴേക്കും സുനന്ദ കരഞ്ഞുകൊണ്ട് പറയണേ, എനിക്ക് സുഭാഷേട്ടൻ ഇല്ലാണ്ട് ഒരു ജീവിതം എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരയാണ് എല്ലാവരുടെ മുമ്പിലും. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിട്ട് തന്നെയാണ് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണം. ഇതേ സമയം നമ്മുടെ ഭാസ്കരൻ ഫ്രണ്ടിൽ ഇരുന്നപ്പോൾ സുനന്ദയുടെ ഒച്ച ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ ഭാസ്കരൻ, ഇവളിങ്ങനെ ഇങ്ങോട്ട് വന്നോ? ഇനി ഭാസ്കരൻ അങ്ങനെ പുറത്ത് ഉമ്മറത്ത് നിന്ന് എഴുന്നേറ്റ് അകത്തോട്ട് ഹോളിലോട്ട് വരെയാണ്. വന്നപ്പം കാണാം ദേ നിൽക്കണു സുനന്ദ. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അടുത്ത പ്രശ്നം ഉണ്ടാക്കാനുള്ള നിൻ്റെ ആ ഭദ്രകാളി തള്ളയും നിൻ്റെ അമ്മാവനും ഒക്കെ ഇപ്പം തന്നെ ഇങ്ങോട്ട് പട കെട്ടി വരുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭാസ്കരൻ കുറേ ഒച്ചയെടുക്കണം കേട്ടോ. അപ്പോഴേക്കും സുനന്ദ പറഞ്ഞു, അമ്മാവ എന്നെ പറഞ്ഞ് വിടല്ലേ അമ്മാവ, എനിക്ക് സുഭാഷേട്ട ഇല്ലാണ്ട് ഇനിയൊരു ജീവിതം പറ്റില്ല. ഞാൻ അതുകൊണ്ട് അവരെല്ലാവരും ഉറങ്ങിയ സമയം നോക്കി ഞാൻ ഇങ്ങോട്ട് വന്നതാണെന്നൊക്കെ നമ്മുടെ സുനന്ദ പറയണം. ഭാസ്കരൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് ഈ കല്യാണ തലേന്ന്? അവരൊന്നും അങ്ങനെ കിടന്ന് ഉറങ്ങില്ല, അവരിപ്പം നിന്നെ കണ്ടില്ല എന്ന് പറഞ്ഞ് ഇപ്പം തന്നെ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ സുധീഷ് പറഞ്ഞു, അതെ, നിനക്ക് വേണ്ടിയിട്ട് അന്ന് എൻ്റെ സുഭാഷ് ഏട്ടൻ എത്ര നേരം ഞാനും നിധിയും നികേഷും ഹരീഷും എന്തൊക്കെ ഒരുക്കങ്ങൾ ഒരുങ്ങിയിട്ടാണ് ആ അമ്പലത്തിൽ നിനക്ക് വേണ്ടി കാത്തിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ സുനന്ദ പറഞ്ഞു, അതെ, ഞാൻ ഇറങ്ങിയതാണ്, സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് അമ്പലത്തിലോട്ട് വരാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോഴേക്കും ബസ് സ്റ്റോപ്പിൽ പോയ അമ്മ തിരിച്ചു വന്നു, എന്നെ കയ്യോടെ പിടിച്ച് സർട്ടിഫിക്കറ്റും വാങ്ങി എന്നെ ഒരു മുറിയിലിട്ട് പൂട്ടിയിട്ടു. ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയെന്നൊക്കെ കരഞ്ഞുകൊണ്ട് നമ്മുടെ സുനന്ദ പറയാണ്. എന്നിട്ട് അതും കൂടാണ്ട് അമ്മ ഭീഷണിയാണ്, അമ്മ കൈ ഞരമ്പ് മുറിച്ച് കളയുമെന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോയെന്നൊക്കെ സുനന്ദ കരഞ്ഞുകൊണ്ട് പറയാണ്. അപ്പം നമ്മുടെ ഭാസ്കരൻ പറഞ്ഞു, എന്ത് തന്നെയായാലും നീ ഇപ്പം തന്നെ പൊക്കോ, ഇനി ഈ സമയത്തൊന്നും ഒന്നും ചെയ്യാൻ പറ്റണ കാര്യമല്ല. അപ്പോഴേക്കും കരഞ്ഞ് കാല് പിടിക്കുക, അമ്മാവ എന്നെ പറഞ്ഞു വിടല്ലേ എന്ന് പറയുന്നു. ഇതേ സമയം നമ്മുടെ സുഭാഷ് സുനന്ദയുടെ ഒച്ച കേട്ടിട്ട് എഴുന്നേറ്റ് വരികയാണ്. അപ്പോൾ സുഭാഷ് എന്താ
അന്താളിക്കുകയാണ്. നോക്കുമ്പോൾ നമ്മുടെ സുനന്ദ അവിടെ നിന്ന് കരഞ്ഞില്ല. അപ്പോൾ സുഭാഷിനെ കണ്ടത് ഓടി ചെന്ന് ആ കൈ പിടിച്ചിട്ട്, എന്നെ പറഞ്ഞു വിടല്ലേ സുഭാഷ് ഏട്ടൻ, എനിക്ക് സുഭാഷ് ഏട്ടൻ ഇല്ലാണ്ട് ഒരു ജീവിതം എനിക്ക് പറ്റില്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ടിങ്ങനെ സുനന്ദ സുഭാഷിനോട് പറയാണ്. സുഭാഷ്, നീ എന്താണ് ഈ കാണിക്കുന്നത്? നാളെ നിൻ്റെ വിവാഹമാണ്, നീ മറന്നോ? അവരെല്ലാ കാര്യങ്ങളും ആലോചിച്ച് ചെയ്തിട്ട് ഈ സമയത്ത് അങ്ങനെ ചെയ്യുന്നത് ശരിയായ കാര്യമല്ല. സുഭാഷ് ഏട്ടൻ ഒന്നും പറയണ്ട, എന്നെ പറഞ്ഞു വിടാനായിട്ട് നിൽക്കണ്ട, ഞാൻ പോകില്ല. അവരെല്ലാവരും ഉറങ്ങിയ സമയം നോക്കി ഞാൻ ഇങ്ങനെ ഇറങ്ങി വന്നതാണ്. അപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, നിൻ്റെ വിചാരം അവർ വെളുക്കുന്നവരെ കിടന്ന് ഉറങ്ങുമെന്നോ? നീ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് നിന്നിൽ എപ്പോഴും ഒരു കണ്ണുണ്ടാവും. അതുകൊണ്ട് നീ വേഗം ചെല്ലാൻ നോക്കി. ഇവിടെ നിന്നിട്ടൊന്നും ഒരു പരിഹാരം ഉണ്ടാവാൻ പോണില്ല. പ്രശ്നങ്ങൾ വെറുതെ ഗുരുതരമാക്കണ്ട. അപ്പോൾ നമ്മുടെ നികേഷും ഹരീഷും ഒക്കെ ആകെ ഇങ്ങനെ നിൽക്കണം, എന്ത് ചെയ്യും? അപ്പോൾ നമ്മുടെ നിധി പറഞ്ഞു, ഇനിയിപ്പോൾ എന്താ ചെയ്യണം, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ സുനന്ദ പറഞ്ഞു, എന്താണെങ്കിലും വേണ്ടൂല, എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം തീർത്തു പറയാം, ഞാൻ പോയി ആത്മഹത്യ ചെയ്യും, അല്ലാണ്ട് വേറെ ഒരു വഴിയില്ല. എൻ്റെ ജീവിതത്തിൽ സുഭാഷേട്ടനല്ലാണ്ട് മറ്റൊരാളെ എനിക്ക് മനസ്സിൽ പോലും ചിന്തിക്കാനാവില്ല എന്നൊക്കെ ഇങ്ങനെ സുനന്ദ പറയണം കേട്ടോ. ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു പരിഭ്രാന്തിയായി. ഇനി എന്തെങ്കിലും കടുംകൈ സുനന്ദ ചെയ്താലോ എന്ന് കരുതി. അപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? എന്നാൽ പിന്നെ നമുക്ക് ഒരു കല്യാണം അങ്ങ് നടത്തിയാലോ എന്നൊക്കെ ഉള്ള തീരുമാനം പറയണേ. അപ്പോഴേക്കും എല്ലാവർക്കും ഭാസ്കരൻ ഒരു സപ്പോർട്ട് പറഞ്ഞപ്പോൾ അപ്പോൾ നമ്മുടെ സുധീഷ് പറയും, എന്നാൽ ഇപ്പം തന്നെ അങ്ങോട്ട് താലികെട്ട് നടത്തിയാലോ? അപ്പം നമ്മുടെ സുഭാഷ് ചോദിക്കും, എന്താ ഈ പറയണേ? അല്ല, സുധീഷാണ് ചോദിക്കണത്, എന്നാൽ ഇപ്പം തന്നെ താലികെട്ട് അങ്ങ് നടത്തിയല്ലോ. അപ്പോൾ സുഭാഷ് പറയും, നീ എന്താ ഈ പറയണേ ഈ സമയത്തോ? അപ്പോൾ ഭാസ്കരൻ പറയും, അങ്ങനെ രാത്രി ആയാൽ എന്താ, തൂണിലും തുരുമ്പിലും എല്ലാം ഈശ്വരനുണ്ടെന്നല്ലേ, പിന്നെ എന്താണ്? അപ്പോൾ നമ്മുടെ നികേഷും ഹരീഷ് അവരിലാരും ഒരാൾ പറയുകയാണ്, നമുക്കല്ലെങ്കിൽ എല്ലാവർക്കും കൂടെ ഒന്ന് വണ്ടി കയറി നമുക്ക് ദൂരോട്ട് പോയിട്ട് ഒരു അമ്പലത്തിൽ വെച്ച് ഒരു താലികെട്ട് നടത്തിയാലോ? അപ്പോൾ ഭാസ്കരൻ പറയും, അതിനൊന്നും സമയമില്ല, എത്രയും പെട്ടെന്ന് താലികെട്ട് നടത്താൻ പറയണം, ഇപ്പോൾ താലിക്ക് എന്താ ചെയ്യാന്ന് പറയും. അപ്പം നമ്മുടെ സുധീഷ് പറയും, അതെ, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, നമ്മളന്ന് അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിക്കാൻ വേണ്ടി താലി മേടിച്ചല്ലോ, ആ താലിയൊക്കെ ഇവിടെ റെഡിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സുധീഷ് താലിയൊക്കെ റെഡിയാക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ സുഭാഷിന് ആകെ ഒരു ടെൻഷനാണ്. ഇപ്പോൾ ഈ രാത്രിയിൽ ഇങ്ങനെ കല്യാണം എന്നുള്ള ഒരു ചിന്തയൊക്കെ വരികയാണ്. പെട്ടെന്ന് ഒരു ടെൻഷൻ. അങ്ങനെ രാത്രിയില്ല, സാധാരണ അമ്പലത്തിൽ വെച്ചൊക്കെയാണല്ലോ വിവാഹമൊക്കെ നടത്തുന്നത്. ഇതിപ്പം വീട്ടിൽ താലി കെട്ടെന്നൊക്കെ പറയുമ്പം ഒരു ഇതല്ല. അപ്പോൾ എല്ലാവരും പറയും, നമ്മളിതൊന്നും നോക്കണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവരെ അതായത് സുനന്ദയുടെ വീട്ടുകാർ വരുന്നതിന് മുന്നേ തന്നെ താലി കെട്ട് നടത്തിയാൽ, പിന്നെ എന്തായാലും സുഭാഷ് ഏട്ടൻ്റെ ഭാര്യയാണല്ലോ സുനന്ദ. അങ്ങനെ അവരെല്ലാവരും തീരുമാനിച്ച് പെട്ടെന്ന് തന്നെ താലി കെട്ടാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. പക്ഷേ ഇതിനിടയിൽ നിധി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ താലി കെട്ടി നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളും വഴക്കുമൊക്കെ വരികയാണെങ്കിൽ തന്നെ നമുക്ക് പോലീസുമായിട്ട് നമുക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം, എന്നിട്ട് പിന്നെ അവരുടെ ഒരു സപ്പോർട്ട് കിട്ടുമല്ലോ. പിന്നെ എന്തായാലും ബലം പ്രയോഗിക്കലോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താനൊന്നും സുനന്ദയുടെ വീട്ടുകാർക്ക് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ നിധിയും പറയുന്നുണ്ട്. അപ്പോൾ ആകെ എല്ലാവർക്കും ഒരു ടെൻഷനൊക്കെയാണ്, കാരണം അവരെങ്ങാനും വരുമോ എന്നൊക്കെയുള്ള ഒരു തോന്നലാണ്. പക്ഷേ ഒടുവിൽ നാളത്തെ സീനിൽ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. നമ്മുടെ സുനന്ദയും സുഭാഷുമായിട്ടുള്ള വിവാഹം നടത്താനായിട്ടുള്ള ഒരുക്കങ്ങളാണ്. സുധീഷ് ചെന്ന് താലി എടുത്തുകൊണ്ട് പറഞ്ഞു. പിന്നെ നമ്മുടെ സുഭാഷ് അന്ന് മേടിച്ച ആ വിവാഹ ഡ്രസ്സുണ്ടല്ലോ, ആ മുണ്ടും ഷർട്ടും ഒക്കെ, അതൊക്കെ ഇട്ട് വരുന്ന സീനൊക്കെ ഇനി വരുന്ന എപ്പിസോഡുകളിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ സുനന്ദയുടെയും സുഭാഷിൻ്റെയും വിവാഹം നടക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അതിൻ്റെ ഇടയിലും ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ട്. നമ്മുടെ ലളിതയും ടീമൊക്കെ വന്ന് ലാൻഡ് ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, നമ്മുടെ സുനന്ദയുടെയും അതുപോലെ സുഭാഷിൻ്റെയും ആ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുമോ എന്നുള്ളതൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കാണാൻ പറ്റില്ലല്ലോ, കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണേ. പിന്നെ ഞാൻ ടൈം ഇനി മുതൽ ഉച്ച കഴിഞ്ഞ് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. പ്രൊമോ നമുക്ക് നേരത്തെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒത്തിരി വൈകി രാത്രി വരെ ഇരിക്കണ്ടല്ലോ, അപ്പോൾ നേരത്തെ ഇടാം എന്നുള്ള കരുതി ഞാൻ ഇന്ന് മുതൽ ഈ ഒരു ടൈമിലാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഉച്ച കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്നതനുസരിച്ച് എന്തായാലും സന്ധ്യയ്ക്ക് മുന്നേ ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിൽ നമ്മുടെ മഴതോരും മുമ്പേ സീരിയൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മനസ്സിലെ കാറ്റത്തെ കിളിക്കൂട് 2 ചാനലും എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ. കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ഹൈപ്പ് ചെയ്യുക. ഹൈപ്പ് ചെയ്താലേ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ അപ്പായി വരത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഹൈപ്പും കൂടെ ചെയ്യാൻ
ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറയുകയാണ്. എല്ലാവർക്കും നല്ലൊരു വിശേഷം പറഞ്ഞുകൊണ്ട് നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ നാളെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം പറയുന്നു. താങ്ക്